എന്തായാലും അതെന്താ മാർബിൾ കേക്ക് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോവാട്ടോ. ഞാനൊരു 1000 വട്ടം ചോദിച്ചാൽ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഇന്നിപ്പോ നമ്മൾ ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും ബട്ടർ ഇല്ല കേട്ടോ. ബട്ടർ ഇല്ല. അതെ, അതുകൊണ്ട് ഞങ്ങൾ ബട്ടർ മേടിക്കാനായിട്ട് പോണ വഴിയാണ്. വേറൊരു സാധനം മേടിക്കില്ലെന്ന് ഉറപ്പല്ലേ? വേറൊന്നും മേടിക്കില്ല. ഒരിക്കൽ കണ്ടിട്ട് എനിക്ക് അവിടെ കട മൊത്തം മേടിക്കുന്ന സംശയമുണ്ട്. ഒന്നും മേടിക്കാം. നമുക്ക് ജസ്റ്റ് ബട്ടർ മേടിക്കാൻ തിരിച്ചു വരും. നമുക്ക് മാർബിൾ കേക്ക് ഉണ്ടാക്കി ഇവരെയൊക്കെ കാണിക്കണം. അതെ, അപ്പം നമ്മളടുത്ത് കുറെ നാളായിട്ട് മാർബിൾ കേക്കിന്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ചോദിക്കും. നമുക്ക് പേഴ്സണൽ ആയിട്ടും പിന്നെ നമ്മുടെ വീഡിയോയുടെ അടിയിലും അതായത് പുതിയ വരുന്ന വീഡിയോയുടെ അടിയിലൊക്കെ എല്ലാവരും ഇട്ട് ചോദിക്കുന്നുണ്ട് മാർബിൾ കേക്കിന്റെ റെസിപ്പി കാണിക്കാവോ എന്നുള്ളത്. അതെ, അത് മാത്രമല്ല കേട്ടോ, നമുക്ക് വേറെ ഒരുപാട് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു. പക്ഷെ നിമിഷയ്ക്ക് ഭയങ്കര നിർബന്ധം മാർബിൾ കേക്ക് തന്നെ ഉണ്ടാവും. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അതിലൊരു ദുരൂഹ ലക്ഷ്യം ഉണ്ടല്ലോ. ഭയങ്കര ടേസ്റ്റ് ആയി എനിക്ക് കഴിക്കാലോ. അതാണ് കാരണം. എനിക്ക് മാർബിൾ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് പ്രത്യേകിച്ച് കോട്ടയത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും മാർബിൾ കേക്ക് മസ്റ്റാണ്. എനിക്ക് അന്ന് തൊട്ട് എനിക്ക് മാർബിൾ കേക്കിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പൊ പക്ഷേ ഇച്ചാൻ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് ആ സെയിം ഭയങ്കര സിമ്പിൾ ആണ്. 3-4-5 ഇൻഗ്രീഡിയന്റ്, അതായത് മൈദ, പാല്, മുട്ട, ബട്ടർ, പിന്നെ കുറച്ച് ചോക്ലേറ്റ് പൗഡർ, അത്ര മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാരും വീഡിയോ ഫുള്ള് കാണുക കേട്ടോ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മിറക്കുട്ടിന് പോയേക്കോട്ടെ, സ്കൂളിൽ പോയേക്കോ അല്ലേ? മിറമോളെ സ്കൂളിൽ പോയിക്കോട്ടെ. നിമിഷ ഓഫാണ്. എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ് കേട്ടോ. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ടർ മാത്രമായിട്ട് മേടിക്കാൻ പോവായതുകൊണ്ട് ഞാനും കൂടെ പോവാന്ന് വിചാരിച്ച. ഭയങ്കര മഴയാണ് കേട്ടോ. ഇന്നലെ മൊത്തം മഴയായിരുന്നു കേട്ടോ. നമ്മുടെ ആകാശം നോക്കിയ നിമിഷം മൂടിക്കെട്ടി നിൽക്കുന്നല്ലേ. മഴ പെയ്യുന്നോണ്ട് നമ്മൾ വെള്ളമല്ല ഓഫ് ചെയ്തിട്ടേക്കാം. 2 ദിവസമായിട്ട് വെള്ളമല്ല. ഭയങ്കര തണുപ്പാട്ടോ. നമുക്ക് അകത്തൊക്കെ എന്താ പറയുക ഇരിക്കാൻ മേല. കാരണം പിന്നെ മഴയും കൂടെ ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് 2 ദിവസമായിട്ട് ഭയങ്കര മഴയാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര കാറ്റും. അതെ, ബട്ടർ മാത്രം മേടിച്ചോണ്ട് വരാം കേട്ടോ. എനിക്കിപ്പോ കുഴപ്പമില്ല കേട്ടോ. എനിക്കിപ്പോ എല്ലാം ഓക്കെ വരുന്നു. ഫുള്ളി ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാട്ടോ. അതിന്റെ ഒരു സന്തോഷം ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി ആശാൻ. ഇത്രയും നാള് ഫുഡ് ഒന്നും ഒട്ടും കഴിക്കില്ലായിരുന്നു കേട്ടോ. അതുപോലെ ഇന്ന് ജിമ്മിലും പോയിട്ടോ. ജിമ്മിലും രാവിലെ ഇന്നും പോയി, ഇന്നലെയും പോയി. ജിമ്മിലും പോയി തുടങ്ങി. അതുകൊണ്ട് ഞാൻ പോണ്ടെന്നൊക്കെ പറഞ്ഞതായി. നമുക്ക് ഫുള്ള് റെഡി ആവട്ടെ ചായ പോണ്ടെന്നൊക്കെ പറഞ്ഞ എവിടെ കേക്കാൻ, ജിമ്മല്ലേ. വീണ്ടും എടുത്ത് വരുന്നുണ്ട് ദിവസം അയച്ച്. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടോ. കണ്ടോ ആകാശത്ത് മൂടി കെട്ടില്ല. നാളെ നല്ല മഴയാടി. നാളെ ഫുള്ള് മഴയാലേ. ഫുള്ള് മഴ. എനിക്ക് വൈകിട്ട് നാളെയും കൂടെ ഒരു ദിവസം ഓഫ് ഉണ്ട് കേട്ടോ. നാളെ കഴിഞ്ഞ നിഷയുടെ ഓഫ് കഴിഞ്ഞ് എനിക്ക് 7-8 ദിവസം കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ് കേട്ടോ. മഴ തോളി തുടങ്ങിയല്ലോ. മഴ തോളി തുടങ്ങി. ഞാൻ വിചാരിച്ചു നിന്നു കേട്ടോ. അതെ, ഞങ്ങൾക്ക് പ്രശ്നം തുണി അലക്കാനായിട്ട് ഭയങ്കര പ്രശ്നമല്ലേ ജയ? തുണി അലക്കാൻ പറ്റുന്നില്ല 2 ദിവസമായിട്ട്. നമുക്ക് ഒത്തിരി തുണികളുണ്ട്. ഡ്രയറൊക്കെ ഉള്ളതുകൊണ്ട് ഡ്രയറൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അത്രയും തുണി പറ്റില്ല, പാടായിരിക്കുവേ. വെയിലത്തിട്ട് ഉണങ്ങുന്നതാണ് അതിന്റെ ഒരു അല്ലേ. അത് നമുക്കൊരു തൃപ്തി വരുള്ളൂ. ഡ്രയർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് വരത്തില്ല കേട്ടോ. ഈ മാളും അവരെന്തോ കൂട്ടിച്ചേർക്കും കേട്ടോ അല്ലേ. അവിടെ എനിക്ക് ആൾഡി വരുമെന്ന് തോന്നുന്നു. അൺസാൾട്ടഡ് ബട്ടർ വേണം കേട്ടോ. ഭാവിയിൽ ഇത് കഴിയുമ്പോ ഉണ്ടാക്കാം. കുറച്ച് ബട്ടർ വീട്ടിൽ ഇരിപ്പുണ്ട്. ഇത് ധാരാളം മതി അല്ലേ. അത് കണ്ടോ, നമ്മുടെ മരങ്ങളൊക്കെ കളർ മാറി തുടങ്ങി കേട്ടോ. ഞങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് ഈ വഴി മാറി വന്ന കേട്ടോ അല്ലേ വിശ. അതെ, ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കളർ മാറി നിൽക്കുന്ന മരങ്ങൾ ഇഷ്ടംപോലെ കാണാം കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ഒരു ഭാഗം കാണാൻ. നമ്മളിത് 250 ഗ്രാം ബട്ടർ ആട്ടോ മേടിച്ചത്. നമുക്ക് ഇത് ഏകദേശം ഒരു കപ്പോ അടുത്ത് വരും കേട്ടോ. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 240 ഗ്രാമാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരു കപ്പ് ഏകദേശം നമുക്ക് വേണ്ടത് 1 കപ്പ് ബട്ടറാണ്. അപ്പം നിങ്ങളുടെ അളവിനനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ. ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ബട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞങ്ങൾ തൽക്കാലത്തേക്ക് 1 കപ്പ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ഭയങ്കര ക്വിക്ക് ആയിട്ട് തീരും കേട്ടോ. നമ്മള് പെട്ടെന്ന് തീരും കേട്ടോ. അളവൊക്കെ കറക്റ്റ് ആയിട്ട് പറയാം കേട്ടോ. അതല്ലേ ചെയ്യാം. പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ ബട്ടറൊക്കെ കൂട്ടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മിറമോക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈവൻ ഓഫ് കോഴ്സ് എന്തായാലും ഇഷ്ടപ്പെടും. അവന് മധുരമൊക്കെ ഇച്ചിരി ഇഷ്ടമുള്ള കൂട്ടത്തിൽ നമുക്ക് ഉണ്ടാക്കണം അതല്ലേ. മഴയത്ത് നമ്മുടെ റോസ എല്ലാം പൊഴിഞ്ഞു പോയല്ലേ ഉഷ. അതെ, അപ്പോൾ എനിക്കിഷ്ടമുള്ള സൂപ്പർ മാർബിൾ കേക്ക് ആയതുകൊണ്ട്
ഞാനെന്നാ ചെയ്ത് ഞാനിവിടെ അങ്ങ് പഠിച്ചേക്കാന്ന് ഓർത്തോട്ടോ ഉച്ചാൻ എന്നെ തീർച്ചയായിട്ടും അല്ലേ വളരെ സിമ്പിൾ ആണ് നിമിഷ. ആവേശം കൂടുതലാണ് കേട്ടോ. ഒന്നും പഠിക്കാനില്ല നിമിഷ. അതുകൊണ്ട് എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തുടങ്ങിയാലോ? തുടങ്ങാം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ്. അപ്പൊ മൈദ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സെൽഫ് റൈസിംഗ് ഫ്ലോർ ആണ്. ഇവിടെ മൈദയും കിട്ടും, സെൽഫ് റൈസിംഗ് മൈദ ഉണ്ട്, പക്ഷെ നമ്മൾ സെൽഫ് റൈസിംഗ് ഫ്ലോർ ആണ് എടുക്കുന്നത് അല്ലേ? പ്രത്യേകം എന്താ നിമിഷ? സെൽഫ് റൈസിംഗ് ഇതിനകത്ത് ബേക്കിംഗ് പൗഡർ ഉണ്ട്, തന്നെ പൊങ്ങണ ഇതാണ്. എക്സ്ട്രാ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യണ്ട, അതാണ് ഈ സെൽഫ് റൈസിംഗ് ഫ്ലോറിന്റെ ഗുണം. എന്നാലും നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ മൈദയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കണം കേട്ടോ. ഇതിന് നമ്മൾ ചെറുതായിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യും. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് 1.25 കപ്പ് മൈദ അല്ലെങ്കിൽ 1.25 കപ്പ് സെൽഫ് റൈസിംഗ് ഫ്ലോർ ആണ് കേട്ടോ. അത് ആദ്യം എടുക്കാം. ഇതാണ് ഞങ്ങൾ ഒരു കപ്പായിട്ട്, ഇത് ഏകദേശം 1 കപ്പ് 250 ml. ഏകദേശം അല്ല, കറക്റ്റ് ഒരു കപ്പ്. അതൊരു കപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇവിടെ നമ്മൾ അരിപ്പ വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റെയിൻ ചെയ്തിട്ട് ഒന്ന് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ 1 കപ്പ് നമ്മുടെ സെൽഫ് റൈസിംഗ് ഫ്ലോർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ അരിച്ച് തന്നെ പാത്രത്തിനകത്തോട്ട് ഇടുവാണേ. അരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എല്ലാം ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അരിക്കുന്നത്. അല്ലാതെ ഇതിനകത്തൊന്നും മായവും ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പം നല്ല തരിയായിട്ട് വരും കേട്ടോ. നമുക്കിനി ഒരു 3/4 കപ്പും കൂടെ വേണം. ആ 3/4 കപ്പും കൂടെ നിമിഷം അളന്നെടുക്കുവാണ്. ഇനി ഇത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് ബട്ടർ, 4 മുട്ട, 1 കപ്പ് നമ്മുടെ ഷുഗർ നമ്മൾ കാസ്റ്റർ ഷുഗർ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം അത് കിട്ടും കേട്ടോ. കാസ്റ്റർ ഷുഗർ സാധനങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ 1 കപ്പ് പഞ്ചസാര നിങ്ങളൊന്ന് പയ്യെ ഒന്ന് പൊടിച്ചാലും മതി. അപ്പം നമ്മൾ ആദ്യമായിട്ട് 4 മുട്ട പൊട്ടിച്ച് ദേ ബൗളിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 കപ്പ് ഷുഗർ വേണം. നമ്മുടെ കാസ്റ്റർ ഷുഗർ ആണ് കേട്ടോ. കാണിച്ചു തരാം ഈ കാസ്റ്റർ ഷുഗർ പ്രത്യേകത. നമ്മുടെ സാധാരണ ഷുഗർ പോലെ നല്ല പൊടിയായിട്ടിരിക്കും കേട്ടോ. പൊടിച്ച പഞ്ചസാര. ഇതിപ്പോൾ നമ്മുടെ അളവ് നമുക്ക് ഇത്രയും വേണോ വെച്ചാൽ 1 കപ്പ് നമുക്ക് വേണം. 1 കപ്പ് എടുത്ത് കുഴപ്പമില്ല. ഓക്കെ. ഫൈനായിട്ടുള്ള പഞ്ചസാരയുടെ നമുക്കൊരു 3/4 കപ്പിൽ മതി കേട്ടോ. ഞങ്ങൾക്ക് കുറയ്ക്കാട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 1/2 മുതൽ 1 കപ്പ് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം. നിങ്ങളുടെ അളവ് അനുസരിച്ച്. ശരിക്കും 1 കപ്പാണ് ഇതിന്റെ. ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഒട്ടും മധുരം ഇല്ലാതെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. നമുക്ക് ഇത്ര മതി, 1/2 കപ്പ്. ഞാൻ ഇത്ര ഇട്ടേക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 3/4 കപ്പ് കേട്ടോ. 1 കപ്പാട്ടോ വേണ്ടത്. നിങ്ങൾ 1 കപ്പ് എടുക്കണം. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ മധുരം വേണം. അതെ, നമ്മൾ ഇടുവാണ് കേട്ടോ. ഇത് നമ്മളിതേ മേടിച്ചുകൊണ്ട് വന്ന ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് 1 കപ്പ് കേട്ടോ, ഏകദേശം 1 കപ്പാണ് ഇത് ഫുള്ളേ. നമ്മൾ അതും ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. 1 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തത്. ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. 1 ടേബിൾ സ്പൂൺ കേട്ടോ. അതും കൂടെ ആഡ് ചെയ്യണം ഇതിനകത്തേക്ക്. നമ്മൾ ഈ ആഡ് ചെയ്ത് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് നമ്മൾക്കിവിടെ ബ്ലെൻഡറുണ്ട്, അത് വെച്ച് നമ്മൾ ചെയ്യാൻ പോവാണേ. എല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പതഞ്ഞ്, അതെ, നല്ല പതഞ്ഞ് നമുക്ക് കാണാം കേട്ടോ. പഞ്ചസാരയും മുട്ടയും കൂടെ നല്ല പതഞ്ഞിരിക്കുന്ന കാണാം കേട്ടോ നമുക്ക്. ഇനി നമുക്ക് ആ പൊടി നമ്മൾ നേരത്തെ ഈ ചെയ്ത് വെച്ചേക്കുന്ന പൊടി നമുക്ക് ഇനി പതുക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് അതും കൂടെ നമുക്ക് അതിന്റെ കൂടെ ഇട്ട് ഇളക്കണം കേട്ടോ. ബ്ലെൻഡർ ഇല്ലാത്തവര് നിങ്ങളത് ഇതുപോലെയുള്ള ഈ സാധനം മതി കേട്ടോ. ഉപയോഗിക്കോ ഇച്ചിരി നമ്മുടെ കൈ ഇച്ചിരി ഇതാവണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പണ്ടൊക്കെ അമ്മയൊക്കെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്ന കൈ ഇട്ട് കുഴച്ചാണ് കേട്ടോ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. നമുക്ക് ഇതാണെങ്കിലും മതി കേട്ടോ. ചെയ്യാൻ ഒരു നിർബന്ധമില്ല കേട്ടോ. ഇത് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇല്ലാത്തവർ വിഷമിക്കേണ്ട, എന്താ ഇതിട്ട് ചെയ്താൽ മതി കേട്ടോ. ആദ്യം പകുതി പൊടിയാണ് നമ്മൾ ഇടുന്നത്. പകുതി പൊടി ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ ബാക്കി പൊടി ഇടുന്നു. മൊത്തം ബ്ലെൻഡ് ചെയ്തെടുക്കുവേ. നമ്മൾ പകുതി പൊടി ഇതിനകത്ത് ആഡ് ചെയ്തേ. അത് നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കാം. ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇതൊന്ന് പയ്യെ ഒന്ന് യോജിപ്പിക്കണം കേട്ടോ. നമ്മളെ പൊടി മൊത്തം തെറിക്കും. ഓണായിരിക്കും, പക്ഷേ കുഴപ്പമില്ല. നമ്മുടെ ബാക്കി പൊടിയും കൂടെ നമ്മൾ ഇട്ടു കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് ഇനി ഞാൻ ഒന്നുകൂടെ ചെയ്യാൻ പോവാണേ.
ഇനി അവസാനമായിട്ട് നമുക്ക് ഇച്ചിരി പാലും കൂടെ ആഡ് ചെയ്യണം ഇതിനകത്തേക്ക്. 1/2 കപ്പ് പാൽ, നമ്മൾ നേരത്തെ എടുത്ത അളവ് കപ്പിനകത്ത് തന്നെ 1/2 കപ്പ് പാലൂടെ നമ്മൾ ഒഴിച്ച് ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. എന്താ പാല് ഞാൻ ഒഴിക്കുകയാണേ. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാനായിട്ടല്ലേ മിഷ? അതെ, 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ടോ. എന്തായാലും നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതും കൂടെ ഇട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കാം കേട്ടോ. ഒരുപാട് ബ്ലെൻഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ആയാൽ മതിയേ. ഇത് നമ്മളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഇത്. അതെ, നമ്മൾ ഇനി ഇതിന്റെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം പകുതിക്ക് താഴെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്താണ് കേട്ടോ നമ്മൾ കറുപ്പ കളർ ആക്കുന്നത് അല്ലേ? അതെ, മാർബിൾ കേക്ക് നിങ്ങൾക്ക് അറിയാലോ, ഡിസൈൻ അങ്ങനെയാണല്ലോ. ഇത് നമ്മുടെ കൊക്കോ പൗഡർ, നമ്മുടെ ചോക്ലേറ്റ് പൗഡർ കേട്ടോ എടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡർ കാണിച്ചു തരാം. ഇതുണ്ടോ ബേക്കിംഗ് കൊക്കോ എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ് പൗഡർ ആണ് കേട്ടോ. അതെ, അപ്പം നമ്മൾ ടീസ്പൂണാണ് എടുക്കുന്നത് കേട്ടോ. ടീസ്പൂൺ ആണെങ്കിൽ 4 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ ആണെങ്കിൽ 2 ടീസ്പൂൺ കേട്ടോ. സോറി, മെയിനായിട്ട് നമ്മൾ ഇതിന്റെ കളർ മാറ്റുകയെന്നാണ് കേട്ടോ നമ്മുടെ ലക്ഷ്യം. ആ ഡിസൈൻ വരണം, രണ്ട് കളർ വരണം കേട്ടോ. എന്തേ നമ്മൾ ഒന്ന് ആഡ് ചെയ്തു, 2 ആഡ് ചെയ്തു. തൽക്കാലം നമുക്ക് 3 ഇട്ടിട്ടൊന്ന് ഇളക്കി നോക്കാം. എന്നിട്ടേ കളർ ആയില്ലെങ്കിൽ നമുക്ക് ഇനി ആഡ് ചെയ്യാം അല്ലേ? സ്പാച്ചിൽ വെച്ച് തന്നെ ഒന്ന് പയ്യെ കണ്ടോ കളർ മാറുന്നുണ്ട്. ഇത് മതിയായിരിക്കും അല്ലേ? 3 ടീസ്പൂൺ മതി. അപ്പം 3 ടീസ്പൂൺ മതി കേട്ടോ. അപ്പം നമുക്ക് ടേബിൾ സ്പൂണിൻ്റെ അളവ് പറയണ്ട അല്ലേ? ഇത് നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത സംഭവമാണ് കേട്ടോ. നല്ലതായിട്ടായിട്ടുണ്ടേ, നല്ല കറുപ്പ് കളറായി. ഇനി നമ്മളൊരു ട്രേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പാത്രം. അതിനകത്തേക്ക് നമ്മൾ ബേക്കിംഗ് പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഇഷ്ടമുള്ള പാത്രം, ബേക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരു പാത്രം എടുത്ത് വെക്കുക. നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അനുസരിച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നല്ല വലുപ്പം വരും കേട്ടോ. ഏകദേശം നിങ്ങൾ ചെറിയ ട്രെയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത്രയും അളവ് വേണ്ടല്ലോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിനനുസരിച്ച് കുറയ്ക്കാം അല്ലേ? നമ്മൾ അതിലേക്ക് കുറച്ച് നമ്മുടെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യണം കേട്ടോ. എല്ലാ സൈഡിലും 4 സൈഡിലും അടിയിലൊക്കെ ഒന്ന് ബട്ടർ തൂക്കി കൊടുക്കാം. ഇനി നമ്മൾ ലെയർ ചെയ്യാൻ പോകണം. നമ്മൾ ദം ബിരിയാണി ഒക്കെ ചെയ്യുന്ന പോലെ നമ്മൾ ലെയർ ആയിട്ട് ഈ മിക്സ് നമ്മൾ ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മുടെ മാർബിൾ കേക്കിന്റെ രഹസ്യം കിടക്കുന്നത് ആദ്യം എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ചോക്ലേറ്റ് താഴെ ജസ്റ്റ് നമ്മളൊരു കോട്ടിങ് പോലെ ഇടും. ഇതിങ്ങനെ ലെയർ ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പല തട്ടായിട്ട് നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കണം. കറുപ്പും ഈ വെളുപ്പും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മാർബിൾ കേക്കിൻ്റെ കളർ വരത്തില്ല മുറിക്കുമ്പോൾ. നമ്മൾ താഴെ ഇതുപോലെ ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ചോക്കോ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള മാവ് ഒഴിച്ചിട്ടോ. ഇനി നമ്മൾ നേരെ നമ്മുടെ വെള്ള മാവാണ് നമ്മൾ ഒഴിച്ച നിമിഷം. ഇവിടെ തണുപ്പുള്ളതാണ് കേട്ടോ, ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്ന. അപ്പം നിമിഷയ്ക്ക് ഈ പാത്രം പിടിക്കാൻ ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോകാൻ കേട്ടോ നിമിഷനെ. ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ലെയറിങ് കേട്ടോ നടക്കുന്നു. ഇവനെ പയ്യൊന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കണം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഞാനിപ്പം എല്ലാ സൈഡിലേക്കൊന്ന് ആക്കി കൊടുക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നിടത്ത് ഇതിൻ്റെ മാജിക് കാണാൻ മാജിക് കേട്ടോ. അടുത്ത ലെയർ അല്ലേ? അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാം. 2 ലെയർ 4 ലെയർ അല്ലേ ഇപ്പം? അങ്ങനെ ഇന്ന ലെയർ ഒന്നുമില്ല കേട്ടോ, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതിപ്പോൾ എല്ലായിടത്തും ആവണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഇത് ഇപ്പം ഉണ്ടായി വരുമ്പോൾ കറക്റ്റ് ആവും. അതുപോലെ നമ്മൾ അവസാനം ഇങ്ങനെ ഒന്ന് പയ്യെ തട്ടി കൊടുക്കുമ്പോൾ എല്ലാം നല്ല ലെവലായിട്ട് വരും കേട്ടോ. ഇതിൻ്റെ തന്നെ ഇത്രയും ധാരാളം മതി കേട്ടോ. ഫൈനൽ മാവ് അയച്ചു കൊടുക്കുവാണ്. തണുപ്പായതുകൊണ്ടേ നല്ല സെറ്റായിരിക്കും. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. വിഷാദി നമുക്ക് റെഡിയാക്കാം. ഈ മഴയത്ത് നല്ലൊരു ചായയും കടിഞ്ചായ ഒരു മാർബിൾ കേക്ക് പുറത്ത് നിന്ന് കഴിക്കണമെന്നുണ്ട് എനിക്ക്. സെറ്റാക്കി തരാം നിനക്ക് പോലെ. സെറ്റാക്കാം നമുക്ക്. അതെ,
ഇതിൽ അവസാനം ചോക്ലേറ്റ് കളർ വേണമെന്നോ അവസാനം വെളുത്ത നിറം വേണമെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. നമ്മളിത് ഭംഗിക്കോട്ട് ചെയ്യുന്നു എന്നുള്ളതേ. നോക്കി നിമിഷം, നമ്മുടെ കേക്കെല്ലാം നമ്മൾ മാവെല്ലാം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഡിസൈനൊക്കെ ഇതുപോലെ എല്ലാ സൈഡിലും എല്ലാ സൈഡിലും ആവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതായത് 4 സൈഡിലേക്ക് നമ്മൾ എത്തുക. നന്നായിട്ട്. പിന്നെ നമ്മളിത് എല്ലായിടത്തും ഇപ്പം ഒഴിക്കുമ്പോൾ നേരെ ആയില്ലെങ്കിലും നമ്മൾ നേരെ ആക്കാനായിട്ട് ഇത് പയ്യെ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 4 സൈഡിലേക്ക് ഒഴുകി കറക്റ്റായിട്ട് ആ കേക്കിൻ്റെ ഒരു ഫോർമേഷനിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇതുപോലെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഓവനിലേക്ക് കയറണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കൺവെക്ഷൻ ഓവനിലേക്കാണ്. 130 ഡിഗ്രി സെൽഷ്യസിൽ കൺവെക്ഷൻ മോഡിൽ 70 മിനിറ്റ് 60 to 70 മിനിറ്റ് ആണ് നമ്മൾ വെക്കുന്നത്. ഇനി എയർ ഫ്രയറിൽ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ 115 ഡിഗ്രിയിൽ ഒരു 50 അല്ലെങ്കിൽ ഒരു 55 മിനിറ്റ് എയർ ഫ്രയറിനകത്ത് ഇതുപോലെ തന്നെ ഒരു എയർ ഫ്രയർ ട്രേക്കകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് നേരെ അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചാൽ മതി കേട്ടോ. എയർ ഫ്രയറിൽ ഉണ്ടാക്കാം കേട്ടോ. സിമ്പിളായിട്ട് എയർ ഫ്രയറിൽ ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആവുന്ന സമയത്ത് നിമിഷ പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. അല്ലേ നിമിഷ? എല്ലാം ക്ലീൻ ആക്കി വെക്കാം. നിറക്കൊട്ടൻ എപ്പോഴാണ് വരുന്നത്? അവള് സ്കൂളിൽ പോയി കാണാം. അപ്പോൾ അതിനിടയ്ക്ക് ഇതാണ് മട്ടൺ. മട്ടൺ ഇഷ്ടമുള്ള വിളിക്കാട്ടോ. മട്ടൺ റോസ്റ്റോ. മട്ടൺ റോസ്റ്റ്. നിമിഷം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നിമിഷ മസാല എല്ലാം തേച്ച് അടിപൊളിയായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ചുമ്മാ സവാളയൊക്കെ ഒന്ന് വഴറ്റി ഏതായാലും കേക്ക് അവനിച്ച് സമയം എടുക്കും. കേക്കിന്റെ അവസ്ഥ നീ നോക്കി നിമിഷ. ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. ഇനി ഒരു 15 മിനിറ്റ് കൂടെ ഉണ്ടായി. പൊങ്ങി വന്നിട്ടുണ്ടോ? പൊങ്ങിയില്ലേ? നല്ല അടിപൊളി മണം വരുന്നില്ല. മട്ടന്റെ മണം കാരണം കേക്കിന്റെ മണം അധികം മട്ടൻ ഉണ്ടാക്കി വെച്ചെന്നുള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും ഉള്ളതൊന്നുമില്ല. നിമിഷ തൊണ്ടവേദനയാണെന്നും പറഞ്ഞുകൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ പോകണം. ഐസ്ക്രീം അല്ല, ജ്യൂസ് ആക്കിയോ? നമുക്ക് ചെറിയ ജലദോഷം തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്ത നീയാണോ അടുത്ത കാൻഡിഡേറ്റ്? എനിക്ക് ഭയങ്കര തലവേദനയും തൊണ്ടവേദനയും. ഛർദി വന്നില്ല, വരാത്ത നിമിഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഛർദിക്ക് പോയാലും നിമിഷക്ക് പനി ജലദോഷമായിരിക്കും. എന്നാണേലും തണുത്ത ജ്യൂസ് തന്നെ കുടിച്ചോ. കുറച്ച് ഐസ് എടുത്ത് തന്നെ തൊണ്ടയ്ക്ക് ആശ്വാസം കിട്ടും. കുറച്ച് കുടിക്കുന്നുള്ളൂ സുഖത്തിന് വേണ്ടിട്ട് ചൂടുവെള്ളം കുടിക്കണ്ട. തൊണ്ടവേദനയാണെങ്കിൽ ഇവിടെ ഐസ്ക്രീം തീറ്റയും ജ്യൂസ് കൂടിയാണ്. പിന്നെ എങ്ങനെ തൊണ്ടവേദന എടുക്കാതിരിക്കും? ആശ്വാസം കിട്ടിയോ? നമ്മളങ്ങനെ കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞപ്പം കേക്ക് ഒന്ന് പുറത്തെടുത്ത് വെന്തോ നോക്കാം. വിള്ളലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ വെന്തിട്ടുണ്ടാവും തോന്നുന്നു. നന്നായിട്ട് വിണ്ടല്ലേ? വിണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നമുക്കൊന്ന് കുത്തി നോക്കാം. ഏകദേശം ആവാനാണ് സാധ്യത. ഇനി ഒരു 5-10 മിനിറ്റ് കൂടെ വേണമെങ്കിൽ ആയില്ലെങ്കിൽ ഒന്ന് വെച്ചാൽ സംഭവം റെഡി ആട്ടോ. നടുക്കുന്ന കുത്തി ശേഷം നടുക്ക് ഓവനങ്ങ് ഓഫ് ചെയ്തോ. സംഭവം റെഡിയായി. ഓവനൊക്കെ ഓഫ് ചെയ്തേക്കാം. ഇനി കുത്തണ്ട. ഒന്നും ആയില്ല അല്ലേ? ഒന്നുമില്ല. അടിപൊളിയായിട്ട് ഇത് കണ്ടോ, നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ ഇത്രയും നല്ലൊരു മാർബിൾ കേക്ക് രുചിയോടെ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ കാര്യമാണ് കേട്ടോ. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഫ്ലഫി, നല്ല ഇത് എന്റെ ഒരു നീ മിക്സ് ചെയ്തോണ്ടായിരിക്കും പറയാൻ പറ്റുന്നത്. നിമിഷയ്ക്ക് കൊതി സഹിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ നിമിഷ കേക്ക് കട്ട് ചെയ്യാൻ പോകണം. നിമിഷ കട്ട് ചെയ്തല്ലോ നമുക്ക്. നമ്മുടെ കേക്ക് കണ്ടോ, നമ്മുടെ കേക്കിന്റെ ഭംഗി നോക്കിയേ, എന്ത് രസാന്ന് നോക്കിയേ കാണാൻ. നല്ല ഭംഗിയുണ്ടല്ലേ? സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ കട്ട് ചെയ്യാൻ. ചൂടുണ്ട് കേട്ടോ. ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മള് സൂപ്പറായിട്ട് പോകുന്ന
ചെറു ചൂടോടുകൂടി കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം. നല്ല പഞ്ഞി പോലത്തെ ചൂട് ചെയ്യുന്നോണ്ടായിരിക്കും കേട്ടോ. അതെ, ഇതാണ് നമ്മൾ പറഞ്ഞ മാർബിൾ ചൂട് പൊങ്ങുന്നത് നമുക്ക് കാണാം കേട്ടോ. ഞാൻ കഴിച്ചു നോക്കട്ടെ. ചൂടോടെ കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് അല്ലേ, നല്ല പഞ്ഞി പോലെ ചെയ്യുന്ന, നല്ല സോഫ്റ്റ് അല്ലേ, നല്ല സോഫ്റ്റ് അടതുണ്ടോ, അടിപൊളി. ലെയർ ഒക്കെ കറക്റ്റ് അല്ലേ കണ്ടോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നില്ലേ, ലെയർ കണ്ടോ, കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ. നമ്മൾ ആ മധുരം കുറച്ചിട്ടതിന്റെ അത്രയും മധുരമുള്ളൂ. നല്ല അതൊക്കെ നല്ല സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റ് ആട്ടോ, നല്ല അടിപൊളിയായിട്ട്. നിങ്ങളുടെ ഇനിയിപ്പം കുറച്ചും കൂടെ കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഓവനിൽ വെച്ചിട്ട് പയ്യെ അല്ലെ കട്ടിയാക്കി എടുക്കാം നിങ്ങൾക്ക്. പക്ഷേ എൻ്റെ ആവശ്യം കട്ടിയായിട്ട് കഴിക്കണമെന്നുള്ളവര് ചൂട് മാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ കുറച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയാകും കേട്ടോ വേണമെങ്കിലും. പക്ഷെ നമുക്കിങ്ങനെ കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ അവിടെ വെള്ളം തിളപ്പിക്കുന്നുണ്ട്, നമുക്ക് പയ്യൊരു ചായയും കൂടെ കഴിച്ചു നോക്കാം. പഞ്ഞി പോലത്തെ മാർബിൾ കേക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളവര് എവിടെ ഇരുന്നാണേലും ഇത് ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്. എയർ ഫ്രയറിലോ ഓവനിലോ നിങ്ങൾക്ക് എവിടെയാന്ന് വെച്ചാൽ ഉണ്ടാക്കാം. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അല്ലേ പിന്നെ സൂപ്പർ, എല്ലാവരും ട്രൈ നോക്കണ്ടേ? പിന്നെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം. നമ്മളിനി പയ്യെ ഒരു 4:45 നമുക്കൊരു 5 മണി 4:30 ആകുമ്പോഴത്തേക്കും മിറക്കോട്ടനെ പോയി ഒന്ന് പയ്യെ വിളിക്കണം. അപ്പോഴത്തേക്കും ഒരുപാട് താമസിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മള് മിറക്കോട്ടനെ വിളിക്കാൻ നിൽക്കുന്നില്ല. അതിന് മുന്നേ നമുക്ക് നമ്മുടെ വീഡിയോകളൊക്കെ പയ്യെ വലിയ ചെയ്യാം. ഞങ്ങളെ റീകൂട്ടിനെ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചു കേട്ടോ. അവനോട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഞങ്ങളെ കണ്ട ഓടി വരും കേട്ടോ. ഞങ്ങളെ നല്ല ഓർമ്മയൊക്കെ ഉണ്ടോ അവൻ, അത് തന്നെ വലിയ കാര്യം. അതെ, കാത്തിരിക്കാൻ വയ്യ. ഏതാണേലും നമുക്ക് നമ്മുടെ വീഡിയോ പയ്യെ അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം. നിമിഷം നല്ലൊരു പാട്ടുകൂടെ പോയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ. മഞ്ഞുമഴക്കാട്ടിൽ കുഞ്ഞുമൂളം കൂട്ടിൽ രണ്ടിളം പൈങ്കിളികൾ മുത്തുമണിത്തൂവൽ കുളിലണിഞ്ഞുമെല്ലേ അവരെന്ന് പറന്നിറങ്ങും ചെമ്മരിയാടുള്ള മലഞ്ചെരുവിൽ നല്ല ചന്ദനം മണക്കുന്ന പൂന്തോട്ടം അമ്മ മനമൊഴുകും ചെല്ല മനമുഴങ്ങും താലിപ്പിളി താരാട്ടിൽ മഞ്ഞുമഴക്കാട്ടിൽ കുഞ്ഞുമൂളം കൂട്ടിൽ രണ്ടിളം പൈങ്കിളികൾ മുത്തുമണിത്തൂവൽ കുളിരണിഞ്ഞുമെല്ലേ അവരെന്ന് പറന്നിറങ്ങും. അടിപൊളി. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ പയ്യെ അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ. ഞങ്ങളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേക്ക് ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കരുത്. ഇതൊക്കെ 2-3 കഷ്ണമൊക്കെ മുറിച്ച് അവിടെ പുറത്ത് പോയി നല്ല ചായ കുടിച്ച് കഴിയാൻ പോവാണ് കേട്ടോ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരുമല്ലോ നിമിഷ. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം, നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ ഇനി ബ്രിഞ്ചോളും കൊണ്ടുള്ള ഒരു ചമ്മന്തി ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും. അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും നിമിഷം ബൈ.